വെറുതെ മനുഷ്യനെ മേഖലത്തെ ഹേ സാമി അയ്യ സാമി മന്ദിര സാമി അയ്യോ സാമി അപ്പച്ചി ദൃഷ്ടിപ്പെട്ട അപ്പച്ചി എന്തോ ചേട്ടാ കാണിക്കണേ ഒന്നുമില്ലേ ഒരു 5 മിനിറ്റ് സമയം എന്താ എന്തോ തിന്നു തീർക്കാനാ എന്റെ ദൈവമേ കൊള്ളാം കേട്ടാ മലരും പൊരിയും പഴവും കൽക്കണ്ടൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് തോണ്ടായിരുന്ന ചിക്കൻ ബിരിയാണി കഴിച്ചോണ്ടിരിക്കുന്നു പിന്നെ മലരും പൊരിയും നീ ഒന്നും എന്താ ചേട്ടാ നിനക്ക് എന്ത് പറ്റിയത്? മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയച്ചാ ആണ് പറ്റിയത്. കയ്യിൽ നിന്ന് പോയ പോയല്ലേ ഞങ്ങൾ കഴിക്കാനുള്ള ആഹാരം എടുത്ത് തെങ്ങിന്റെ മുട്ടി എടുത്ത് കളഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ ചിക്കൻ ബിരിയാണിയാണ്. ഓ ബിരിയാണി ഒക്കെ നിങ്ങളെ തന്നെ. എന്തോ ചേട്ടാ നമ്മള് പട്ടിണി കിടക്കുകയാണ് കേട്ടാ. കാര്യം പറയണ കാര്യം പറയാച്ചാ ഞാൻ നമ്മളെ മഹേഷും കൂടെ ഒരു ബിസിനസ് തുടങ്ങാന്ന് വിചാരിച്ചു. എന്നിട്ട് അവൻ ലോൺ എടുത്തു. എന്നിട്ട് ഇപ്പം മാനേജറിനെ കണ്ടപ്പോഴേ ആരെ കണ്ടപ്പോ മാനേജറിനെ കണ്ടപ്പം കഴിക്കാൻ സമ്മതിക്കൂലല്ലോ. മാനേജർ കണ്ടപ്പോ കഴിക്കാൻ സമ്മതിക്കൂലേ? എന്തിനാ പറയണത്? എടി മാനേജറിനെ കണ്ടപ്പോ അയാൾ മാറിപ്പോയത്. ഇനി 6 മാസം കഴിഞ്ഞ് അയാൾ വരുവോളും. അതിനാ ചേട്ടൻ സാമിയെ പോലെ ഇരുന്നത്. അതല്ല ലോൺ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് അവന്റെ ഒരു കുരുചി നമ്മൾ കണ്ടിരുന്നു. പുള്ളി പറഞ്ഞു ലോൺ കിട്ടണവരെ കുറച്ച് ഭക്തിയും നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല, ഭക്തി സാന്ദ്രമായിരിക്കണം ജീവിതം. എന്തായാലും ലോൺ കിട്ടൂല വെച്ചാ ഇനി എനിക്ക് വയ്യ. ലോൺ കിട്ടൂല. എങ്ങനെ ഇരിക്കണം? എന്നിട്ട് നിങ്ങളുടെ ഫാൻസി ഡ്രസ് ഇത്രയും നേരം നമ്മൾ കാണുകയും ചെയ്ത് നിങ്ങൾ ചിക്കൻ ബിരിയാണി അടിക്കുകയും ചെയ്ത് നമ്മളിവിടെ പട്ടിണി. ചിക്കന്റെ മസാല കൊള്ളൂല. കൊള്ളൂല്ലേ? അരി ജീരകശാലയായിരുന്നെങ്കിൽ നന്നായിരുന്നു. കഴിക്ക് 1.5 ബിരിയാണിയെങ്കിലും ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാം. എന്റെ ബിരിയാണി ഞാൻ എടുത്ത് ഞാൻ വർഷാപ്പിൽ ചെന്നിരുന്ന് കഴിച്ചോളാം. ഭയങ്കര വയറുദോഷം താങ്ങാൻ പറ്റില്ല മക്കളെ. ഞാൻ അവിടെ പോയിരുന്ന് കഴിച്ചോളാം കേട്ടാ. സന്തോഷമായിട്ടല്ലേ മാമ? ഓ എവിടെ നടി ചിന്നു ഓർഡർ ചെയ്താ? എന്തിനാണോ നീ അവിടെ ഓർഡർ ചെയ്യില്ല കേട്ടോ. അമ്മ അരി പപ്പടം വെച്ചിട്ടില്ല.